ഞാൻ ഇതാ കണ്ട ക്രിസ്റ്റഫറെ കണ്ട സ്പടി ഞാൻ പിന്നെ കാണുന്നു. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരോടെങ്കിലും സംസാരിച്ചു കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നുമ്പോൾ ഫോൺ എടുക്കുക, പ്ലേ സ്റ്റോറിൽ കയറി കോൾമേറ്റ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങളെ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ മറക്കണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ കോൾമേറ്റ്സ്. അടിപൊളി പടം, മാസ് ഡയലോഗുകൾ, അടിപൊളി, കണ്ടിരിക്കാം ഫാമിലി. 10 ത്രില്ലർ ആക്ഷൻ. അതൊന്നും വേണ്ട, ഇതാണ്, ഇതേ ഓടൂ. അതെ, നൻപകൽ നേരെ ഒരു അവാർഡ് പടം പോലെയായിരുന്നു. അതായത് ജനുവരിയിൽ ഇറങ്ങിയത് 2023. പക്ഷെ ഈ പടം ഇക്കരം മാസ് പടമാണ്. പൊളിച്ച് തകർക്കണ ആറാടാണ്. 5 ഉണ്ണികൃഷ്ണന്റെ തിരിച്ചു വരവാണ് ആറാടിന് ശേഷം. ഉണ്ണികൃഷ്ണന്റെ പൊളിച്ചടങ്ങി ആറാടാണ്. മാസ്, കംപ്ലീറ്റ് മാസ്. രക്ഷയില്ല, പടം പൊളിച്ചു. ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിലും മാസായിണ്ട്, പൊളിച്ചടങ്ങിണ്ട്, ഫുൾ വൈബ്. കണ്ടിട്ടില്ല. സ്ഫടികത്തിന് ഇതിന്റെ മുന്നിൽ പിടിച്ചിക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ല പടം. ഒരു കഥ, തിരക്കഥ, സംഭാഷണവും എഴുതിയിരിക്കുന്ന ഉദയകൃഷ്ണ CPK തോമസ് സാറാണ്. അവരുടെ മികച്ചൊരു തിരക്കഥയാണ് ഈ ക്രിസ്റ്റഫർ. ഗംഭീര പെർഫോമൻസ് ആണ് മമ്മിക്കൂടെ. മമ്മൂക്ക ഇതിൽ അഴിഞ്ഞാടുകയാണ്, ആറാടുകയാണ് അവസാനം, ആറാടുകയാണ്. താങ്ക് യു. അടിപൊളി പടം, ഒരു രക്ഷയില്ല. വമ്പൻ ടെസ്റ്റ്. സ്ഫടികത്തിന് വെല്ലും മമ്മൂക്ക. മമ്മൂക്ക ഒരേപോലെ. അടിപൊളി പടം. എത്ര സ്റ്റാർ കൊടുക്കാം? ഫുൾ സ്റ്റാർ കൊടുക്കുക. അടിപൊളി പടമാണ്. അതെ, അയ്യോ, എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. ഡൈജസ്റ്റ് ചെയ്യാൻ ഫീൽ ആയില്ല എനിക്ക്. കാരണം മൂവി ജസ്റ്റ് ഓക്കേഷാണ്. പോസിറ്റീവ് എന്ന് പറയാൻ മ്യൂസിക്കും BGM അത് സൂപ്പർബായിരുന്നു. ആക്ഷൻസും കുഴപ്പമില്ല. പക്ഷെ കഥയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സെയിം ക്ലീഷേ കഥ, പിന്നെ എടുത്തേക്കുന്ന രീതിയൊക്കെ ആവറേജ്, ബിലോ ആവറേജ്. മമ്മൂട്ടിനെ കാണാൻ വേണ്ടി മാത്രം ജസ്റ്റ് നമുക്ക് കണ്ടിരിക്കാം. അല്ല, അതൊരു കൾട്ട് മൂവിയാണല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കൾട്ട് മൂവിയാണ്. ഇത് ജസ്റ്റ് ഓക്കേഷാണ്. ജസ്റ്റ് മമ്മൂട്ടിനെ കാണാൻ വേണ്ടി മാത്രം ഒന്ന് കാണാം. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമായില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ലാഗായിരുന്നു. അത് കാണിച്ച കാര്യം തന്നെ പിന്നെയും കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് പടം തുടങ്ങുമ്പോൾ അറിയാം ക്ലൈമാക്സ് എന്താണ്, പ്രൊഡിക്റ്റബിൾ ആണെന്നുള്ളത്. ഇതൊന്നും ഫീൽ ആയില്ല. നല്ല പ്രൊഡിക്റ്റബിൾ ആണ്. സുഖമായിട്ട് മനസ്സിലാവും. സ്ഥിരം കണ്ടു ചെയ്യണത് തന്നെ. പിന്നെ കുറെ സ്ഥലത്ത് ക്ലീഷ് അടിച്ച് നല്ലൊരു ബിലോ ആവറേജ്. അയ്യോ, സ്റ്റാർ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമായില്ല. 2 out of 5. പടം കുഴപ്പമില്ല. ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട് പടം. പിന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. ഇങ്ങനെ അധികം ഒരുപാട് ഡയലോഗൊന്നുമില്ല പുള്ളിക്ക്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാസം എന്ന് പറഞ്ഞൊരു ക്ലാസ് മാസമാണ്, അങ്ങനെയാണ്. ക്ലാസ് ആയിട്ട് പോയിട്ട് ലാസ്റ്റ് മാസമായിട്ട് വരും. നെഗറ്റീവ് റിവ്യൂസ് അങ്ങനെ പറയാനൊന്നുമില്ല. സംഭവം പോസിറ്റീവാണ്. പിന്നെ നമ്മ ഭീഷ്മയുടെ അത്ര അങ്ങോട്ട് മാസമല്ല, അത്ര മാസമില്ല. ഒരു ആവറേജ് പടം. ആവറേജ് അത്ര നമുക്ക് ഫീൽ ചെയ്യണുള്ളൂ. ഒരു 10-ലൊരു 6 കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അത് സത്യം പറഞ്ഞ ലോൺ കണ്ടായിട്ടാ ഞങ്ങൾ വന്നത്. അപ്പോ ആ ഒരു ക്ഷീണത്തിലാണ് പടം കാണാൻ കയറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് തോന്നി. അല്ലാണ്ട് ഒരു ബിലോ ആവറേജ് പടം. കാരണം ഫാൻസിന് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സിനിമയാണ്. സ്ഫടികം മുമ്പ് ഒരു 9 മണിക്ക് ഉള്ളിൽ പടം ഫീൽഡ് ഔട്ട് ആവേണ്ടതാണ്. അതുകൊണ്ട് ഫാൻ ഷോ കണ്ടത് ലാഭമായി. പിന്നെ അല്ല, സാധാരണ പടം ബേസിക് സിനിമയാണ്. ഭയങ്കര ബേസിക് ആണ്.
ബീജം നല്ല ബീജമായിരുന്നു. പിന്നെ എനിക്ക് ഈ ഉദയകൃഷ്ണക്ക് എനിക്ക് തോന്നുന്നു ഈ റേപ്പ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് വല്ല ഭീകരം വന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം വെറുതെ ആവശ്യമില്ലാണ്ട് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നിർത്തി എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം വന്നാൽ സത്യം പറഞ്ഞ പടം അധികം ഓടില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം. പിന്നെ തീർച്ചയായിട്ടും പിന്നെ കൊക്കന്റെ റിവ്യൂവിന് വേണ്ടി വെയിറ്റിംഗ് രാത്രി. അശ്വത് ഗോക്ക് പുള്ളി എന്തായാലും റോസ്റ്റ് ചെയ്യും. ഡബിൾ ഉക്രി അല്ലേ. പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പടത്തിന് പുള്ളി കേസ് കൊടുത്താണല്ലോ റിവ്യൂ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഇപ്പൊ സാഹചര്യത്തിലുള്ളതുകൊണ്ട് മാത്രം പടം കണ്ടിരിക്കുക. മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. മമ്മൂട്ടി അത് ഈ പ്രായത്തിൽ ഇങ്ങനെ പിടിച്ചിരുത്തണ്ടല്ലോ ആൾക്കാർ. അത് ഇത്ര ഒരു കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. പടം കുഴപ്പമുണ്ടായില്ല, കണ്ടിരിക്കുക. ഭയങ്കര സംഭവം ഒന്നും പറയില്ല. യൂഷ്വൽ മമ്മൂട്ടി പടം, ഈ മറ്റേ അബ്രഹാമിന്റെ സന്തതികൾ പോലെ അങ്ങനത്തെ ഒരു വൈബ് പടമാണ്. അതെ ഒരു 10 പറയാനാണെങ്കിൽ ഒരു 5, 6 ആ ഒരു റേഞ്ച് കണ്ടിരിക്കാം. അങ്ങനെ മടുപ്പിക്കണമൊന്നുമില്ല, കണ്ടിരിക്കാം. നല്ല പടമാണ്. മമ്മൂട്ടീന്റെ ഒരു വൈബും ഒരു ക്ലാസ്സും എല്ലാം സിനിമയിലുണ്ട്. അങ്ങനൊന്നുമില്ല, ഇത് നല്ലൊരു പടം തന്നെയാണ്. മേക്കിംഗ് വൈസ് ആയാലും ബീജം ആയാലും മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. ഞാനൊരു 3.5 എന്തായാലും കൊടുക്കും. ഒരു 1 ടൈം വാച്ച് എന്തായാലും ഉണ്ട് ഈ സിനിമ. 5ല് 3.5 എന്തായാലും കൊടുക്കും. നെഞ്ചുടിപ്പോടെ കാണാൻ പറ്റിയൊരു മമ്മൂക്ക ചിത്രമാണ്. സ്ത്രീകളുടെയും ജനങ്ങളെയും മർദ്ദിക്കുകയും അവശരാക്കുകയും പീഡിപ്പിക്കുകയും വയലൻസും കൊലപാതകത്തിന്റെയും കേസ് അന്വേഷണ കഥയുമായി മമ്മൂക്ക ക്രിസ്റ്റഫറായി അയിഞ്ഞാടുകയാണ് മച്ചാനെ. ആറാടുകയാണ്. തിയേറ്റർ മൊത്തം ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈറ്റുകൾ ഈ 72 വയസ്സിൽ മമ്മൂക്കയുടെ ഉഗ്രൻ ഫൈറ്റാണ് മച്ചാനെ ഇതിൽ കാണുന്നത്. ഇതിൽ BGM എടുത്തു പറയേണ്ടതാണ്. BGM ഇതിൽ പറയുന്ന BGM ഇതിൽ പിന്നെ ഉണ്ണികൃഷ്ണ സാറിന്റെ ഡയറക്ഷനും മികച്ച ഡയറക്ഷൻ കൂടിയാണ് മച്ചാനെ. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ടത് ഉദയകൃഷ്ണ സാറിന്റെ തിരക്കഥയും കഥാതിരക സംഭാഷണവും എല്ലാം ഉഗ്രനായിട്ട് ചെയ്തിരിക്കുന്നു. ഇതിലെല്ലാവരും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചാണ്. മമ്മൂക്ക ഉൾപ്പെടെ സ്നേഹമാടവും പിന്നെ വേറെ പുതിയ ആർട്ടിസ്റ്റും എല്ലാവരും കൃത്യമായിട്ട് അവരവരുടെ റോളുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. മച്ചാനെ ഒരു 5ലാണെങ്കിൽ 4.5 ഔട്ട് ഓഫ് 5, 10ലാണെങ്കിൽ 9.5. പടം ഒരു കുഴപ്പമില്ല, കണ്ടിരിക്കാം. നൈസോടോ. മമ്മൂട്ടീന്റെ പെർഫോമൻസ് എല്ലാം നൈസാണ്. എടുത്തു പറയാൻ മമ്മൂട്ടി തന്നെ, വേറൊന്നുമില്ല. ഇല്ല, മമ്മൂട്ടിനെയാണ് മെയിൻ ആയിട്ടുള്ള ഇത്. മമ്മൂട്ടിന്റെ സ്റ്റൈലെല്ലാം നൈസാണ്. അതെ ഒരു 3.5. ആക്ഷനും അതെ, ശരിക്കും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് ശരിക്കും കാണിക്കണുണ്ട്. അതെ ഒരു ആവറേജ്, അബവ് ആവറേജ്. പടം നല്ല ഉഗ്രനാണ്, നല്ലൊരു എന്റർടൈനറാണ്, ലാഗൊന്നുമില്ല. ഉഗ്ര എന്റർടൈനറാണ്, നല്ലൊരു ലാഗൊന്നുമില്ല. പക്ഷേ പടം കുറച്ച് ക്ലീശയാണ്, കുറച്ച് കണ്ടുപോയ കാര്യങ്ങളാണ്. മമ്മൂട്ടിയുടെ അഭിനയം ഉഗ്രനാണ്, നല്ല സ്റ്റൈലിഷ് ആക്ടിംഗ് ആണ്. മമ്മൂട്ടി തകർത്തുണ്ട്. പടം സ്റ്റൈലിഷ് ആക്ടിംഗ് ആണ്, ലാഗൊന്നുമില്ല. അമല പോളയായാലും മറ്റേ ഐശ്വര്യലക്ഷ്മി ആണെങ്കിൽ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്, നല്ല മെസ്സേജും കൊടുക്കുന്നുണ്ട്. ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഡിനൈഡ്. അത് മാത്രമല്ല എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് എന്തിനാണ് പറയേണ്ടത്. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിലുള്ള ഫെയിലിയേഴ്സാണ് കാണിക്കുന്നത്. സ്ഫടികം ഞാൻ പടം കണ്ടുകൊണ്ട് ഞാൻ കണ്ടില്ല. പടം നല്ല മൂവിയാണ്, നല്ല എൻ്റർടൈനറൊക്കെയാണ്. പക്ഷേ ക്ലീശയാണ്, പലപ്പോഴും കണ്ടുപോയ സിനിമയാണ്. പക്ഷേ എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്, ലാഗൊന്നുമില്ല, നല്ല മെസ്സേജും കൊടുക്കുന്നുണ്ട്. 5-ൽ 4.3, 4.2 കൊടുക്കാം. യാതൊരു ലാഗും ഇല്ല. പക്ഷേ നല്ല എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് കാക്കിപ്പടം സിനിമയിൽ കാണിച്ചാണ്, ഇതിലും കാണിക്കുന്നുണ്ട്. അത് കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലീഗൽ സിസ്റ്റത്തിൻ്റെ കുഴപ്പങ്ങളാണ് കാണിക്കുന്നത്. അതിന് അതേ സൊല്യൂഷൻ ഉള്ളൂ എന്ന് പറയാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് ആണ്. പടം നല്ലതാണ്, പക്ഷേ ക്ലീശയാണ്, കുറെ കണ്ടുപോയാ. ഞാൻ ഇതാ കണ്ട ക്രിസ്റ്റഫറെ കണ്ട സ്പടി ഞാൻ പിന്നെ കാണുന്നത്. മമ്മൂട്ടി ആറാടി.